ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാർ ചിലവിലുള്ള പ്രചാരണം. ഒറ്റവാക്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. ഇതിന് കരുവാക്കുന്നതോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും. 10 വർഷത്തെ ഭരണത്തിന് ശേഷം പടിയിറങ്ങാൻ സമയമായപ്പോൾ പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി മൂന്നാം ഊഴത്തിനുള്ള സർക്കാരിന്റെ പാഴ്ശ്രമമല്ലേ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ്? ഇൻഫർമേഷൻ ടെക്നോളജി യുഗം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കുതിപ്പ് തുടരുമ്പോൾ വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനമോ ശാസ്ത്രബോധമോ ഭാഷാ പരിജ്ഞാനമോ അല്ല മെഗാ ക്യൂസ് പരമ്പരയിൽ പരീക്ഷിക്കപ്പെടുന്നത്. പകരം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്തുതി പാഠകരുടെയും കുറേയേറെ ലേഖനങ്ങളെ ആസ്പദമാക്കിയാണ് മെഗാ ക്യൂസ് മത്സരം നടത്തുന്നത്. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ ചരിത്രത്തെ ആസ്പദമാക്കിയാണ് വിജ്ഞാനയാത്ര ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് എന്ന പേരിൽ ക്യൂസ് പരിപാടി തുടങ്ങിയത്. ഇതിന്റെ വിദ്യാലയതല പ്രാഥമിക റൗണ്ട് കഴിഞ്ഞ ദിവസം തുടങ്ങി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് ക്യൂസ്. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വെവ്വേറെയാണ് മത്സരം. സ്കൂൾ കോളേജ് തലങ്ങളിൽ തുടങ്ങി സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലെ വരെ നീളുന്ന രീതിയിലാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. 30 ചോദ്യങ്ങളിൽ ഏറെയും സർക്കാരിന്റെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോകോത്തര മാതൃകയിൽ പുനരധിവാസ ടൗൺഷിപ്പ് അതിവേഗം പൂർത്തിയാക്കുന്നത് ഏത് എസ്റ്റേറ്റിൽ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിച്ചതോടെ അർഹരായ വ്യക്തികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ എത്ര രൂപയാണ്? കേരളം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി 2025 നവംബർ 1 പ്രഖ്യാപനം നടത്തിയതാര്? ഇങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഉത്തരം പിണറായി വിജയൻ എന്ന് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ചില സിനിമകൾ തുടങ്ങുന്നതിന് മുൻപ് കാട്ടുന്ന ഡിസ്ക്ലൈമർ നോട്ട് പോലെ ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമായി സാമ്യം തോന്നിയാൽ അത് യാദൃച്ഛികം മാത്രം എന്നുകൂടി പറയാമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോവിഡ് സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ചതിനെ എതിർത്തവരിൽ പിണറായി വിജയനും ഉണ്ടായിരുന്നു. CPM-ൽ P. ജയരാജന് വേണ്ടി വാഴ്ത്തുപാട്ടുണ്ടായപ്പോൾ അതിനുമെതിരായിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് തന്നെ പുകഴ്ത്തി പാട്ട് വന്നപ്പോൾ ആസ്വദിച്ച പിണറായി തന്നെ PM ശ്രീ എന്ന കേന്ദ്ര പദ്ധതിയിലെ പ്രധാനമന്ത്രിയുടെ ചുരുക്കപ്പേരായ PM-നെ എതിർത്തു. പിന്നീട് രഹസ്യമായി പോയി അതിൽ തന്നെ ഒപ്പിട്ടു എന്നത് മറ്റൊരു കാര്യം. പക്ഷേ അത്തരത്തിൽ പ്രതികരിച്ച പിണറായി വിജയനെ ഹീറോ ആക്കിയുള്ളതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ്. പരിപാടിയിലെ ചീഫ് മിനിസ്റ്റേഴ്സ് എന്ന വാക്കിനോടും മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും എതിർപ്പുള്ളതായി അറിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, സർക്കാരിന്റെ പല പദ്ധതികൾക്ക് മുന്നിൽ CM എന്ന് ചേർത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കായി വർഷങ്ങളായി നടത്തിവരുന്ന LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പേരും ഈ വർഷം മുതൽ CM കിഡ്സ് എന്നാക്കി മാറ്റി. കഴിഞ്ഞ ബജറ്റിലൂടെയായിരുന്നു പേരുമാറ്റ പ്രഖ്യാപനം. പേര് മാറ്റിയെങ്കിലും വർഷങ്ങളായുള്ള സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കാൻ ബജറ്റിൽ കാര്യമായ വകയിരുത്തൽ ഒന്നും ഉണ്ടായില്ല എന്നത് വേറൊരു കാര്യം. ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ചർ സ്കോളർഷിപ്പ്, ചീഫ് മിനിസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് എന്നിവയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ആരംഭിച്ച സ്കോളർഷിപ്പുകൾ. മുഖ്യമന്ത്രി സ്കീം പ്രഖ്യാപനത്തിൽ കായിക വകുപ്പും കളത്തിലിറങ്ങിയിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി, വോളിബോൾ, ഹോക്കി തുടങ്ങിയ ജനകീയ കായിക ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് തുടങ്ങുമെന്നായിരുന്നു 2022 കായിക നയത്തിലെ പ്രഖ്യാപനം. ഇതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്നത് ശ്രദ്ധിക്കാതെ പോകരുത്. നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്കും സാമ്പത്തിക സഹായം നൽകാനായി തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് CM കണക്ട് ടു വർക്ക്. മുൻപ് പോലീസ് മെഡലുകൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് മികച്ച പോലീസ് സ്റ്റേഷനുള്ള ട്രോഫിയും മുഖ്യമന്ത്രിയുടെ പേരിലായി. അങ്ങനെ അവർ ചെയ്താൽ ഓഹോ, ഞങ്ങൾ ചെയ്താൽ ആഹാ എന്ന നിലപാട്. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിനെതിരെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് എന്നത് ചീഫ് മിനിസ്റ്ററെ കുറിച്ച് മാത്രം അറിയുക എന്ന തരത്തിലായി എന്നാണ് പരിഹാസം. അതിനെ നേരിടാൻ കോൺഗ്രസ് ഭരണകാലത്തെ പദ്ധതികളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ട് എന്ന് CPM അനുകൂല അധ്യാപക സംഘടന വാദിക്കുന്നുണ്ട്. ഖജനാവിലെ പണമെടുത്ത് ക്യൂസ് മത്സരം എന്ന തുടർ ഭരണത്തിനുള്ള പ്രചാരണ വേല നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതിയും ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ കോളേജ് സംവിധാനങ്ങളെയും അധ്യാപകരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സേവനം ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന ക്യൂസിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. 5 ലക്ഷം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതാണ് ക്യൂസ് മത്സരം. മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ഇങ്ങനെയൊരു ക്യൂസ് നടത്തുന്നതിന്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത് സംഘടിപ്പിക്കുന്ന സമയമാണ് ഇതിൽ നിർണായകം. സ്കൂളുകളിലും കോളേജുകളിലും പരീക്ഷാകാലമാണ് ഇനി. അതിനിടയിൽ എന്തിന് ധൃതിപ്പെട്ട് ഇത്തരമൊരു ക്വിസ് നടത്തുന്നു?
രണ്ടാമത്, തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അതിന്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപായി ഇത് നടത്തുന്നതിന്റെ ലക്ഷ്യമെന്ത്? മൂന്നാം തവണ തുടർഭരണത്തിന് ശ്രമിക്കുന്ന LDFന് ക്യാപ്റ്റൻ കാരണം പലതും നഷ്ടപ്പെട്ടു എന്ന് ഘടകകക്ഷികൾ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് അതേ ക്യാപ്റ്റനെ മുൻനിർത്തിയാണ് മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ക്യാപ്റ്റന്റെ ഒരു ഇമേജ് മേക്ക് ഓവറാണ് ക്വിസ് വഴി ഉന്നമിടുന്നത് എന്ന ആരോപണം ശക്തം. ക്വിസിലെ ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയോ ഏതെങ്കിലും പഠനശാഖകളെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ല, പ്രത്യേകം തയ്യാറാക്കിയ ബുക്ക്ലെറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നാണ് അറിയിപ്പ്. കുട്ടികൾക്ക് നൽകുന്ന പുസ്തകത്തിൽ നിറയെ മന്ത്രിമാരുടെയും ഇടത് നേതാക്കളുടെയും വാഴ്ത്തുപാട്ടുകളാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ, AK ശശീന്ദ്രൻ, MB രാജേഷ്, KB ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, റോഷി അഗസ്ത്യൻ തുടങ്ങിയവർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാം എഴുതിയിട്ടുള്ളത് അവരവരുടെ വകുപ്പുകളുടെ നേട്ടങ്ങളെക്കുറിച്ചാണ്. തോമസ് ഐസക്, TN സീമ തുടങ്ങിയ CPM നേതാക്കളുടെ ലേഖനവും എഴുതിയിട്ടുണ്ട്. മേമ്പൊടിയായി അക്കാദമിക രംഗത്തെ ഇടതുപക്ഷക്കാരായ ഡോക്ടർ രാജൻ ഗുരുക്കളുടെയും പ്രൊഫസർ V കാർത്തികേയൻ നായരുടെയും ലേഖനങ്ങളും. കേന്ദ്രത്തിന് പോലും ചെയ്യാൻ കഴിയാത്തത് കേരളത്തിൽ ചെയ്തുവെന്ന മോഹൻലാലിന്റെ ലേഖനവുമുണ്ട്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി അവസാനിക്കുന്ന ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് 5 ലക്ഷം രൂപ വരെയാണ് സമ്മാനം. സ്കൂൾ തല മത്സരത്തിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപയും 2-ാം സ്ഥാനം നേടുന്നവർക്ക് 3 ലക്ഷം രൂപയും 3-ാം സ്ഥാനത്തെത്തുന്നവർക്ക് 2 ലക്ഷം രൂപയും സമ്മാനം ലഭിക്കും. കോളേജ് വിഭാഗത്തിൽ 1-ാം സമ്മാനം 3 ലക്ഷം രൂപയും 2-ാം സമ്മാനം 2 ലക്ഷം രൂപയും 3-ാം സമ്മാനം 1 ലക്ഷം രൂപയുമാണ്. വിജയികൾക്ക് മെമന്റോയും പ്രശസ്തി പത്രവും ലഭിക്കും. സമ്മാനം വേണമെങ്കിൽ ബുക്ക്ലെറ്റിൽ മാത്രം പഠിക്കുക. പിണറായി വിജയൻ എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി അറിഞ്ഞു വയ്ക്കുക. മുങ്ങുന്ന കപ്പലിൽ കഴുത്തെങ്കിലും വെള്ളത്തിന് മുകളിൽ നിർത്താനുള്ള പെടാപ്പാടിന്റെ മറ്റൊരു ഏടാണ് ഇത്.